നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും തൂക്കുകയർ. 15 പ്രതികളും ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകർ. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നത് കേരളത്തിൽ ആദ്യം. എന്തേലും പ്രതികാരമുണ്ട്, പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ എന്തിനാ കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരെ ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. ശിക്ഷാവിധിയിൽ തൃപ്തിയെന്ന് രൺജിത്തിന്റെ കുടുംബം. ഞാനിത് പ്രതീക്ഷിച്ചത്, ഞങ്ങൾ എല്ലാവരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് അമ്മ. വിധിയെ സ്വാഗതം ചെയ്ത BJP. പ്രോസിക്യൂഷന് അഭിനന്ദന പ്രവാഹം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. കേന്ദ്രത്തെ വിമർശിച്ചതിന് പ്രതിപക്ഷത്തെ ആദരിക്കണമെന്ന് ഭരണപക്ഷം. ധനസ്ഥിതി മോശമാക്കിയത് ഇടതു സർക്കാരെന്ന് പ്രതിപക്ഷം. ഗവർണർക്ക് ഇന്നും നിയമസഭയിൽ വിമർശം. നയപ്രഖ്യാപനത്തിൽ സഭയെ അപമാനിച്ചെന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. കാലുപിടിച്ച് ആവശ്യപ്പെട്ടിട്ടും മുന്നണിയെ വഞ്ചിച്ചവരാണ് ജോസ് കെ മാണി വിഭാഗമെന്ന് മോൻസ് ജോസഫ്. കൊടിവെച്ച കാറിൽ കറങ്ങുന്നതല്ലാതെ ഒരു പ്രയോജനവുമില്ലെന്ന് സാധ്യതയുണ്ട്. കാരണം എന്നാൽ ഭരണത്തിൽ അവർക്ക് ഒരു റൂളുമില്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് രണ്ട് വണ്ടി അവർക്ക് കൊടിവെച്ച് കറങ്ങാൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും കാണുന്നില്ല. ഭരണത്തിൽ നമുക്ക് റൂള് വേണമല്ലോ. PJ ജോസഫ് ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും മോൻസ് ന്യൂസ് 18നോട്. പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിൽ 3 പ്രതികൾക്കും 90 വർഷം തടവ്. ബലാത്സംഗത്തിന് ഇരയായത് 14 വയസ്സുകാരിയായ ബംഗാൾ സ്വദേശിനി. വിധി പ്രഖ്യാപിച്ചത് ദേവികുളം അതിവേഗ പോക്സോ കോടതി. രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിജിയെ അനുസ്മരിച്ച് രാജ്യം. രാജ്ഘട്ടിൽ ചടങ്ങുകൾ. പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് തിരിച്ചടി. ഔദ്യോഗിക രേഖ പരസ്യപ്പെടുത്തിയെന്ന കേസിൽ 10 വർഷം തടവ്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഇമ്രാൻഖാൻ. ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിൽ ധാരണയായി. CRPF ഉണ്ടാകുക വാഹനത്തിലും എക്സ്കോർട്ട് വാഹനത്തിലും. റൂട്ട് മാപ്പ് പോലീസ് നിശ്ചയിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ നിയമസഭയിൽ ചർച്ച. രാവിലെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ റോജി M. ജോൺ ധനപ്രതിസന്ധി പച്ചയായ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണത്തിൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ട്രഷറി പൂട്ടിയതിന്റെ തുല്യമാണ് നിലവിലെ അവസ്ഥയെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് റോണി പറഞ്ഞു. ഇപ്പോൾ കെ ബാലഗോപാൽ സഭയിൽ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്ന 24,000 കോടിയാണ്. കണക്ക് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ആ 21,000 കോടി ഈ വർഷം നമുക്ക് 3.8% ആയിരുന്നെങ്കിൽ ഈ വർഷം നമുക്ക് കിട്ടേണ്ടത് അത്രയായിരുന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഇത് നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിക്ക് കത്ത് കൊടുക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷനകത്ത് എഴുതിയ 21,000 കോടി ഇപ്പൊ ഇങ്ങ് താ എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ നിങ്ങളായാലും ഞാനായാലും ആ കത്തിനകത്ത് ഇപ്പത്താന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. അത് നോഷണൽ ആയിട്ടുള്ള ഇൻകോ അല്ല, റൈറ്റ്ഫുൾ ആയിട്ടുള്ള നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട കോൺസ്റ്റിറ്റ്യൂഷണലായി റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇല്ല ഇവിടെ വഴങ്ങണ്ട എന്നുള്ളതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഞാൻ മറുപടി പറയാം, അതിനുശേഷം അവസാനം നിർത്തിയിട്ട് പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഈ കാര്യത്തിനകത്ത് ഈ 1.9-ഉം 3.8-ഉം തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞുള്ളൂ. ധനകാര്യ കമ്മീഷനല്ല. ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. No. ശ്രീ മാത്യു, മിനിസ്റ്റർ ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. മിനിസ്റ്റർ സംസാരിച്ചോ? ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഞാൻ ഈ കാര്യം പറയുമ്പോ ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യല്ലേ കഴിഞ്ഞ ദിവസം X എന്ന് പറയുന്ന പഴയ ട്വിറ്ററിനകത്ത് ട്വീറ്റ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ് 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത്
ആ 14ാം ധനകാര്യ കമ്മീഷനകത്ത് 42% ആക്കാൻ തീരുമാനിച്ചപ്പോൾ അത് 32 ആക്കണമെന്ന നിലയിലേക്ക് പറഞ്ഞു എന്നുള്ളത് റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ കാര്യമല്ലേ വന്നത്? ആരാ പറഞ്ഞത്? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സർ. എന്ന് മാത്രമല്ല, കർണാടക ചീഫ് മിനിസ്റ്റർ പറഞ്ഞ അതെങ്കിലും കോൺഗ്രസുകാർക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. കർണാടക ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞു. ശ്രീ ചിദംബരം, ഞങ്ങൾ രാവിലെ പറഞ്ഞല്ലോ, ശ്രീ ചിദംബരം ഉൾപ്പെടെ പറഞ്ഞു. സർ, ഇത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ രംഗത്തെ കടന്നുകയറ്റോ പിടിച്ചു കുറയ്ക്കുന്നതാണ്. അത് പറയണ്ടേ നമ്മള്? സർ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ പണം കുറച്ചു. സർ, ഇവിടെ റിസർവ് ബാങ്കിന്റെ ഞങ്ങളുടെ കണക്കെങ്ങാണ്, ഞങ്ങളുടെ LDFന്റെ ഏതാണ്ട് റിപ്പോർട്ടാണെങ്കിൽ അതിനകത്ത് ഈ ഗ്രാന്റ് കുറഞ്ഞതിനെ പറ്റിയൊക്കെ ഉള്ളത് അങ്ങ് ചിലപ്പോൾ തർക്കിക്കും. ദ റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഫൈനാൻസസ് ആണ്. സർ, ഗ്രാന്റ് ഫ്രം ദി സെന്റർ കേരളത്തിന് 30,000 കോടിയിൽ നിന്ന് 15,000 കോടിയിലേക്കാണ് ഈ വർഷം വരുന്നത്. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാണ്. തൊട്ടപ്പുറത്ത് മധ്യപ്രദേശിന് കിടപ്പുണ്ട് 34,000 കോടിയിൽ നിന്ന് 44,000 കോടിയിലേക്ക്. ഇത് വേറെ ചില സ്റ്റേറ്റുകളുടെ കാര്യമാണെങ്കിൽ ഈ 10,000, 20,000 ഒന്നുമല്ല വർധന. സർ, ഇത് സംസ്ഥാനത്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നും കാണിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പ്രതിപക്ഷം പറയുന്നത് അതേപോലെ അംഗീകരിച്ചു പോണോ? സർ, ഇക്കാര്യത്തിനകത്ത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടാനുണ്ട്. നിങ്ങൾ പറയുന്നല്ലോ ഞങ്ങളുടെ ഈ ഗ്രാന്റ് കുറച്ചു. GSTയുടെ മറ്റു കാര്യങ്ങളുടെ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പലതവണ ചർച്ച ചെയ്തതാ. അപ്പൊ ഈ സ്റ്റേറ്റുകൾക്ക് നമുക്ക് തരാനുള്ള ഈ തരത്തിലുള്ള വലിയ ഫണ്ട് തരാനുണ്ട് എന്ന പ്രശ്നം നമുക്ക് ഉന്നയിക്കണ്ടേ? സാർ, ഇതിന്റെ ഭാഗമായിട്ട് എന്താ 50,000 കോടിയുടെ പറഞ്ഞല്ലോ. സാർ, അങ്ങ് പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെയും അതുപോലെ നയനാർ ഗവൺമെന്റിന്റെയും പഴയ VS ഗവൺമെന്റ് എല്ലാം കാലത്ത് ഉണ്ടായിരുന്നൊരു പ്രത്യേകത, ട്രഷറിയിൽ നിന്ന് നമ്മൾ ട്രഷറി കിടക്കുന്ന പണത്തിന് നമ്മുടെ കടമായിട്ട് കൂട്ടിയിട്ടില്ല. ഇപ്പൊ എങ്ങനെ 2017 മുതൽ ട്രഷറി കിടക്കുന്ന പണം അത് നമ്മൾ ഓരോ വർഷം കടമായിട്ട് കുറച്ചെടുക്കും എന്നൊരു കണക്കാണ്. അങ്ങനെ എത്ര പോയെന്നറിയോ? 1,07,000 കോടി രൂപ. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലീഗൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട് 1,07,000 കോടി രൂപ ഈ വർഷം സാർ 13,000 കോടിയാണ് നമ്മൾ ട്രഷറിയിൽ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 13,000 കോടി എടുത്തിട്ടില്ല, 6,000 കോടി എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. അതുകൊണ്ട് AGയുടെ റിപ്പോർട്ടുണ്ട്, കഴിഞ്ഞ വർഷം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ 9,000 കോടി എടുത്തുള്ളൂ. 4,000 കോടിയും കൂടെ അങ്ങനെയാണ് തരാം. ഞങ്ങൾ ശരിക്കും 6,000 എടുത്തിട്ടുള്ളൂ. 7,000 കോടിയുടെ തരണം. അത് തരുന്നില്ല സാർ. കഴിഞ്ഞ ദിവസം കോടതിയിലെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഫയലിംഗ് ഇങ്ങനെ നീങ്ങുന്നില്ല അവിടുന്ന്. ആ ഇല്ല 1,07,000 ചില്ലാനോ അതിനകത്ത് കണക്കുള്ള. അപ്പൊ ഈ ഞാൻ പറഞ്ഞത് ഈ നേരത്തെ ഉള്ള ഒരു ഗവൺമെന്റിനും ഈ ട്രഷറിയിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ കടത്തിന്റെ പരിധി കൊണ്ടുവരത്തില്ല. ട്രഷറിയിലെ ഈ പരിധി കൊണ്ടുവന്നില്ലായിരുന്നേ 13,000 കോടി അത് മാത്രം ഇപ്പോൾ എടുക്കാം ബോറോയിങ്. സാർ, ഈ 13,000 കോടി പോയിട്ട് അതിലും താഴെ ഉള്ളൂ. നമുക്ക് അത്രയും വലിയ ബാധ്യതയില്ല. രാവിലെ ഞാൻ പറഞ്ഞു നിങ്ങൾ PWD കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് 15,000 കോടി എന്ന് പറഞ്ഞല്ലോ. കൃത്യമായി ട്രഷറിയിലെ കണക്കാണല്ലോ ഞാൻ പറഞ്ഞു. 1,030-1,100 കോടിക്കടുത്ത്. സാർ, ചെറിയ കുറെ കടം ഇല്ലെന്നല്ല, ഇതൊന്നും എല്ലാം ഇല്ലെന്നല്ല. പക്ഷേ നവംബർ മാസം വരെ ഉള്ളതിനകത്ത് ഇനി ഒരു പണവും കൊടുക്കാനില്ല അവിടെ ഇതിനെല്ലാം ഉള്ളപ്പോൾ. സാർ, നമുക്ക് ഈ 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നു. അതിന്റെ എഫക്ട് എന്താ? സാധാരണഗതി 57,000 കോടി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ അതിന്റെ എഫക്ട് ഈ പറഞ്ഞ പണം ഓരോന്നും നമുക്ക് കിട്ടേണ്ടത് സാധാരണഗതി നമ്മുടെ സംസ്ഥാനത്ത് വന്നാൽ എന്താ ഉണ്ടാവുക? ഈ 50,000 കോടി നമ്മുടെ നാട്ടിലേക്ക് പലതരത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിനും പിന്നെ ശമ്പളവും ഒക്കെ ആയിട്ട് പോകും. സാർ, 1 രൂപ നാട്ടിലേക്ക് പോയാൽ പല കണക്കുണ്ടെങ്കിലും ഏകദേശം 4 മടങ്ങ് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. 50,000 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം കോടിയുടെ എങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും. അതുവഴി സംസ്ഥാനത്ത് എത്രയോ പേർക്ക് വരുമാനം കിട്ടും, ജോലി കിട്ടും, സംസ്ഥാനത്തിന്റെ വരുമാനം കൂടി. ഇതാണ് സാധാരണ കണക്ക്. നിങ്ങൾ 10,000 കോടി താഴോട്ട് പോയാൽ അതിന്റെ എഫക്ട് സാധാരണ വരും. ഇത് സാധാരണഗതിയിൽ അറിയാവുന്നതാണ്. സാർ, ഇങ്ങനെ കേരളത്തിന് കിട്ടേണ്ട ഈ പണം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു. സാർ, നമ്മളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ പറഞ്ഞതാണ്, RBIയുടെ റിപ്പോർട്ടില്. സാർ, നമ്മള് ഈ കാര്യമൊക്കെ ചെയ്ത് കിട്ടാനുള്ള വരുമാനം ഒന്ന് നികുതിയാണ്. ഒന്ന് നികുതിയാണ്. ഈ മിനിസ്ട്രിയിൽ മിനിസ്റ്റർ സംസാരിച്ചോ? പ്ലീസ് ശ്രീ മാത്യു, ബഹുമാനപ്പെട്ട ഒപ്പോസിഷൻ ലീഡർ സംസാരിക്കും, ആരും മിണ്ടിയില്ല. ഇത് ശരിയല്ല. ഒപ്പോസിഷൻ ലീഡർ സംസാരിക്കും, ആരും മിണ്ടിയില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ഇത് ശരിയല്ല. ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല.
സംസാരിക്കാം. ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അവിടെ ഇരിക്കണം പ്ലീസ്. ശ്രീ അൻവർ അവിടെ ഇരിക്കണം. പ്ലീസ്. യെസ് മിനിസ്റ്റർ സംസാരിച്ചോ. പ്ലീസ്. യെസ് മിനിസ്റ്റർ സംസാരിച്ചോ. യെസ്. സാർ നേരിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യം വിശദീകരിക്കാൻ പോലും പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എണ്ണിച്ചപ്പോഴും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വഴങ്ങിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വഴങ്ങണ്ട. നമുക്ക് ഇത് കഴിഞ്ഞോണെ പറയാം. സാർ, ഇതിനകത്ത് സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസസിനകത്ത് പറയുന്ന ഒരു കണക്കുണ്ട് സാർ. കേരളത്തിൽ സാധാരണഗതി ഒരു സംസ്ഥാനത്തിന്റെ വരുമാനം അങ്ങനെ: 1 സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിക്കുന്ന നികുതി, 2 കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട അർഹമായ നികുതി, 3 നമുക്ക് എടുക്കാവുന്ന ബോറോയിങ്. അത് തന്നെ സാധാരണഗതിയിൽ ബോറോയിങ് എടുക്കാവുന്ന പരിധിക്കേ ഉള്ളൂ. സാർ, നമ്മുടെ നികുതി വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് നല്ലതുപോലെ വാദിച്ച് പറയുന്ന ആളാണ്. അതിനൊന്നും എനിക്ക് യാതൊരു തർക്കമില്ല. സാർ, കേരളം ഒരു പെർഫോമൻസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? സാർ, 1956 മുതലുള്ള ഗവൺമെന്റുകളുടെ കണക്ക്, അതിന് മുമ്പുള്ള 56 മുതലുള്ള കണക്കെടുക്കുമ്പോൾ നമുക്ക് 47,000 ചില്ലാനും കോടിയാണ് സാർ 2021 മാർച്ചിൽ വന്നത്. ശരിയാണ്, കോവിഡ് സമയത്ത് ഉള്ള സാമ്പത്തിക രംഗം അല്പം സജീവമല്ലായിരുന്നല്ലോ. എന്തായാലും 47,000 കോടി ഉണ്ടായിരുന്നുള്ളല്ലോ. സാർ, 2 വർഷം കൊണ്ട് നമ്മുടെ വരുമാനം ആ 47,000 കോടി എന്നുള്ളത് 71,000 കോടിയായി. സാർ, ഇപ്പോ ഇന്ത്യയിലായുള്ള എക്കണോമിക്ക് ബാധ്യത പ്രശ്നമുണ്ട്. ഇപ്പം 1-2 സ്റ്റേറ്റിന്റെ കണക്കൊക്കെ അങ്ങ് പറഞ്ഞു. അന്തർദേശീയമായിട്ടുള്ള കണക്ക് നോക്കിയാൽ 1% പോലും ഇല്ല ഗ്രോത്ത്. ഇന്ത്യയിലായ ഗ്രോത്തിന്റെ പ്രശ്നമുണ്ടെന്നുള്ള കണക്കുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ ആ വർധന എന്നും അതേപോലെ വരുമെന്നല്ല. പക്ഷേ ഈ 2 വർഷം കൊണ്ട് സാർ 47,000 കോടി ഉണ്ടായിരുന്നത് കേരളത്തിൽ 71,000 കോടിയായി 50% വർദ്ധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ പരസ്പരം സന്തോഷം ഉണ്ടാവുന്ന സാർ. റെക്കോർഡാണ് സാർ ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്, the RBI സ്റ്റേറ്റ് ഫൈനാൻസസിൽ പറയുന്നു, a study of budgets 2023-24 report highlights that the contribution of state own tax revenue SOTR to Kerala's overall tax revenue increases 7 to 78.7 for the post-COVID period of 21-23. By comparison, the average of all states was 65.4%. എന്നിട്ട് സ്റ്റേറ്റുകളുടെ പറയുന്നുണ്ട്. സാർ, ഈ സ്റ്റേറ്റുകളിൽ UP 54, UP 54, MP 51, ഒറീസ 53, ബീഹാർ 29.4, വെസ്റ്റ് ബംഗാൾ 54, ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളുടെ കണക്കുണ്ട് സാർ. നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചൂടെ? സാർ, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം അദ്ദേഹം ഈ മോഹൻലാൽ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം സിനിമാ ഷൂട്ടിങ്ങിന് പോയി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫിലിം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ, മലൈക്കോട്ട വാലിബൻ. സ്പീക്കർ എല്ലാ സിനിമയും കാണുന്ന ആളായതുകൊണ്ട് മലൈക്കോട്ട വാലിബൻ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ഈ കാലാവസ്ഥയൊക്കെ മാറി ചൂടൊക്കെ വന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഒരു ഉൾഗ്രാമം, അവിടെ ആശുപത്രിയിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു മലയാളി സിസ്റ്റർ അവിടെ ഉണ്ട്. അവര് പുറത്തേക്ക് പോകാൻ വിസയും ഇതെല്ലാം കിട്ടി, ജോലി കിട്ടി. അപ്പൊ അവർ ആ നാട്ടിൽ വേറെ ഒരാൾ, ഈ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് അവർ പുറത്തേക്ക് പോയില്ല. ആ സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ ഗുണം അറിയുന്നത്. ഇവിടെ നമുക്ക് നാട്ടിൽ നല്ല റോഡുണ്ട്, നല്ല ആശുപത്രികളുണ്ട്, നല്ല സ്കൂളുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, എല്ലാ സമാധാനമുണ്ട്. എന്നിട്ടും നമുക്ക് പരസ്പരം അങ്ങോട്ട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പത്രത്തിൽ വളരെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന സാർ. കേരളത്തിനകത്ത് ഈ ഒരു നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് സാർ ഇന്ത്യയിലെ 24 ഇനങ്ങളിൽ നമുക്ക് 1-ാം സ്ഥാനം. നമ്മുടെ നീതി ആയോഗിന്റെ എല്ലാ പരിശോധനയിലും അതിദരിദ്രരുടെ കണക്ക് 0.55 നിന്ന് 0.48 വന്നു. സാർ, 5 ലക്ഷം പേർക്ക് സ്വന്തമായി വീട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോകത്ത്, ഈ കേരളത്തിലല്ലാതെ എവിടെ കാണും സാർ? സാർ, വിഴിഞ്ഞം മുതൽ അങ്ങ് കാസർഗോഡെ ബഹുമാനപ്പെട്ട മെമ്പർമാർ സംസാരിക്കുമ്പോൾ, എനിക്ക് മഞ്ചേശ്വരം മെമ്പറും കാസർഗോഡ് മെമ്പറും സംസാരിക്കുമ്പോൾ, ഇവിടെ ഞാൻ മന്ത്രിയായി അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഈ സഭയിലേക്ക് വന്ന ആദ്യ ഘട്ടത്തിൽ സംസാരിക്കുന്ന പോലെയല്ല, വലിയ മാറ്റങ്ങളും പുരോഗതി അവിടെ വന്നു എന്നുള്ള തരത്തിലാണ്. ഞാനത് അവിടെ കിട്ടിയ പണം അവിടുത്തെ ഡെവലപ്മെന്റ് വെച്ചിട്ടാണ് ഓരോ പ്രദേശത്തും. സാർ, ആ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് സ്കൂളുകളും ആശുപത്രികളും പാലങ്ങളും റോഡുകളും അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണണം. അതുകൊണ്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്ന് ഒരു റിപ്പോർട്ട് വന്നു. മിനിഞ്ഞാന്ന് വന്ന റിപ്പോർട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകെ പ്ലാനിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനും നോൺ പ്ലാനും ചേർത്ത് നടത്തുന്ന സ്റ്റേറ്റ് നമ്മുടെ സാർ. വലിയ വർധനയാണ് സാർ. ഇങ്ങനെ പല മേഖലകളിലെ കണക്ക് വരുന്നുണ്ട്. അവിടെ സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് നമ്മൾ ഇത്രയും പിരിക്കേണ്ടി വന്നു. സാർ, ഇങ്ങനെ ഓൺ ടാക്സ് പിരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണം വല്ലാതെ കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സെൻട്രിൽ നിന്ന് കിട്ടുന്ന പണത്തിനകത്ത്
നേരത്തെ 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ആകെ നമ്മുടെ റവന്യൂ റെസീസിന്റെ 54% നമ്മളും 46% സെന്ററുമായിരുന്നെങ്കിൽ ഈ വർഷം 29% സെന്റർ തരുന്നുള്ളൂ. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ. അപ്പൊ കേരളത്തിനോട് ഈ ഒരു ചിറ്റമ്മ നയം കാണിക്കുന്നു. കേരളത്തിലെ അടുത്ത തലമുറയെ ബാധിക്കും. ഇത് നമ്മുടെ എക്കണോമി ആകെ ബാധിക്കും എന്നുള്ള പ്രശ്നം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്തെല്ലാം ഇതുണ്ട്. എന്നിട്ട് തന്നെ ഇതിനകത്ത് പറയുന്ന റിപ്പോർട്ടിനകത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഫ്ലിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത് 2027 ആകുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ അടിസ്ഥാന രംഗത്തെ വികസനം എല്ലാം കാരണം നമ്മുടെ വികസനം ഇതിനെ കുതിച്ചു കയറുന്ന കണക്കുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡെപ്റ്റിന്റെ ബാധ്യത പറയും. സാറിന് ഈ കടത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അതും ആവർത്തിക്കേണ്ട കാര്യമില്ല. കടം ഇവിടെ ഒരു മെമ്പർ പറഞ്ഞു 29% ഡെപ്റ്റ് നമ്മുടെ GSDP ആയിട്ടുള്ള പെർസെന്റേജ് 39 അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 39 താഴോട്ട് 2 പ്രാവശ്യമായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇപ്പൊ 35 വരും. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്ക് 50 കൂടുതലാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ ആകെ ബോറോയിങ് അതിനകത്ത് പാർലമെന്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറുപടി അനുസരിച്ച് 40% ആണ് സാർ അവരുടെ ആകെയുള്ള കടം. ആകെ അവിടെ പറഞ്ഞിട്ടുള്ള ശ്രീ ഡോക്ടർ ശിവദാസന് കൊടുത്ത ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൊടുത്ത മറുപടിയിൽ സാർ അവരുടെ ആകെ കടം 17.99 lakh crore from various sources in financial year 2023-24, mainly to finance is fiscal deficit. This amount is about 40% of the total net size of the union budget. 45.39 ലക്ഷം കോടി ഉള്ളതിന്റെ 40% കടമാണ്. നമുക്ക് 20% അടുത്തേ ഉള്ളൂ. നമ്മുടെ ഈ കടം ഇത് ബഡ്ജറ്റ് സൈസാണ്. രണ്ടും രണ്ടാണ്. അപ്പോ ഈ ബഡ്ജറ്റ് സൈസാണ്. ആ കടം പരിശോധന നോക്കിയാൽ മതി. എന്തായാലും ഈ കണക്കെല്ലാം ബഡ്ജറ്റ് രേഖയിലുള്ളതാണ്. പ്ലീസ് റോജി പ്ലീസ് സാർ, ഇത് കള്ളക്കണക്കൊന്നുമല്ല. നേരത്തെയും കണക്കിന് സംശയം ചോദിച്ചല്ലോ. എപ്പോഴും പറയുന്നത് നിങ്ങൾ ഓർക്കുമെന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ 3.89 എന്നുള്ളത് 15ാം ധനകാര്യ കമ്മീഷന്റെ കുറവ് വന്നപ്പം അന്നത്തെ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഈ വർഷമാണ് 21,000 കോടിയുടെ കുറവ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് 18,000 കോടിയുടെ കുറവുണ്ട്. GST നഷ്ടപരിഹാരം നിർത്തിയതുകൊണ്ട് 12,000 കോടി കുറവുണ്ട്. നഷ്ടപരിഹാരം നിർത്തേണ്ടതായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് വേറെ കാര്യം. റവന്യൂ കമ്മി ഗ്രാന്റിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ളതാണ് 8,400 കോടിയുടെ കുറവ്. അതുപോലെ വായ്പാ അനുമതി, പലതരത്തിലുള്ള വായ്പാ അനുമതി നിഷേധിച്ചത് 19,600 കോടി. ഈ കോടി ഇത് ഞങ്ങൾ പറയുന്നത് കൃത്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചിട്ട് സുപ്രീം കോടതിയിലും മറ്റുമെല്ലാം ആർഗ്യുമെന്റ് പോകുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടെ ഒരാൾ ആർഗ്യൂ ചെയ്തു ഇതിനകത്ത് ഒരു കാരണവശാലും ഇനി കൂട്ടിക്കൊടുക്കാൻ പാടില്ല, ഇനി അങ്ങനെ കൊടുക്കാനേ പാടില്ല, ഇവരെല്ലാം ചെയ്തത് ന്യായമാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതോചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മെമ്പർ പറഞ്ഞു. സാർ, അദ്ദേഹം കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയുടെ എല്ലാം കാര്യത്തിൽ ഗവൺമെന്റിനെ ഈ തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ എത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവിടെ ഈ 450 കോടി രൂപയുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം ഇതേ കിഫ്ബിയുടെ എന്ന് പറഞ്ഞിട്ട് പടമൊക്കെ അടിച്ച് ഇറക്കിയിട്ടുള്ളതും അവിടെ തന്നെ ഉണ്ട്. ആ മണ്ഡലത്തില് അല്ല, ഞാൻ പത്രവാർത്തയാണ് സാർ, അതുകൊണ്ട് വേറെ രേഖയല്ല, പത്രവാർത്തയാണ്. 450 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ മൂവാറ്റുപുഴ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ ഫേസ്ബുക്കില്. സാർ, ഇത് അല്ല, അതിനെന്താ കുഴപ്പമില്ല, എല്ലാവരുടെയും അവകാശം തന്നെ. പക്ഷേ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കേസിൽ പോയി ഈ കാര്യമെല്ലാം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം. നമ്മള് ഒരു കാര്യം വ്യക്തമായല്ലോ, LDF എന്ന് പറഞ്ഞാൽ UDF അല്ല, LDF UDF അല്ല, UDF ഉൾപ്പെടെ എല്ലായിടത്തും വികസനത്തിന് പണം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യമില്ല, ഇതൊന്നും കൊടുക്കേണ്ടതല്ല എന്ന് വാദിക്കുന്ന ഒരു സമീപനം അക്കാര്യത്തിനകത്ത് വന്നു എന്നുള്ളതുകൊണ്ട് സാർ ആ കാര്യം എടുത്ത് കാണിച്ചാണ്. സാർ, ഇവിടെ ഈ കാര്യമെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യമുണ്ട്. ഇനിയും പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യത്തിൽ PSC അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് തന്നാ. മനോരമ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നുള്ളൂ. മനോരമ പത്രത്തിലാണല്ലോ സാധാരണ. മനോരമ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലാകെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 62,000 പേരെ മാത്രമാണ് PSC വഴി സാർ നിയമിച്ചത്. അതിനകത്ത് 42% കേരളത്തിലാണ്. ഇവിടെ എവിടെയാണ് സാർ നിയമ നിരോധനം? 2.3% താഴെ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് 42% ആളെ അപ്പോയിന്റ് ചെയ്തു. എവിടെയാണ് സാർ നിയമന നിരോധനം? എവിടെയാണ് സാർ പോലീസിന്റെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതിരിക്കുന്നത്? ഇത്ര ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പോലീസ് ജീപ്പിന് പൈസ കൊടുക്കാനില്ലേ സാർ? സാർ, ഞങ്ങൾ ഇതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല.
മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ഇല്ലാതാക്കാനല്ല, ശമ്പളം ഇല്ലാതാക്കാനല്ല സാർ. ഇന്നലെയാണല്ലോ സാർ അംഗൻവാടി ഏകദേശം 10-60,000 അവർക്ക് 1,000 രൂപ വെച്ച് ശമ്പള വർധന കൊടുത്തത്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കും സാർ. നെയ്ത്ത് ഓരോ മേഖലയിലും നെയ്ത്ത് തൊഴിൽ. ഇവിടെ KSRTCയുടെ കാര്യം അങ്ങ് വീണ്ടും പറഞ്ഞല്ലോ സംസാരിച്ചപ്പോൾ. എവിടെ KSRTC പൊളിഞ്ഞു കിടക്കുന്നത്? അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആകെ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത് 1,530 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കുകളാ. 5,000 കോടിയിലധികം കൊടുത്തു. ഇപ്പോ ഈ സർക്കാർ വന്നിട്ട് 4,800 കോടിയോളം കൊടുത്തു. അതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ യൂണിയന്റെ നേതാക്കന്മാരൊക്കെ ഇരിപ്പുന്നുണ്ടല്ലോ, കൊടുക്കണ്ടെന്ന് അവർ പറയട്ടെ, കൊടുക്കണ്ട എന്ന് അവർ കൂടെ പറയട്ടെ. സാർ, ഇതിനകത്ത് ഞങ്ങൾ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങൾ ഇതിനകത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അങ്ങെന്തായാലും ഈ കാര്യത്തിനകത്ത് അങ്ങ് പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളക്കാരാണ് എന്ന് അങ്ങയുടെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞത് പഴയ പ്രസംഗത്തിലുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏതായാലും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല സാർ. ആ ഒരു സമീപനമൊന്നും ഇല്ല. അങ്ങ് തന്നെ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ പ്രസംഗമാണല്ലോ. ആരുടെ പേരൊന്നും ഞാൻ പറഞ്ഞു, അങ്ങ് പ്രസംഗിച്ചാണല്ലോ സാർ. ഇവിടെ ഈ ഒരു കാര്യത്തിന്റെ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനകത്ത് ഇവിടെ പറഞ്ഞ ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആകെ നിന്നു പോകുന്ന ഒരവസ്ഥയിലല്ല സാർ. ഇതിനെ മറികടന്നേ പറ്റൂ, അവിടുന്ന് പണം കിട്ടിയിട്ടേ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, സംശയമില്ല. ടാക്സിന്റെ കാര്യത്തിനകത്ത് അങ്ങ് പറഞ്ഞു, ഓരോന്നും ഞാൻ എടുത്ത് പറഞ്ഞു. ടാക്സിന്റെ കാര്യത്തിനകത്ത് പലതവണ പറഞ്ഞാണ്. IGSTയുടെ കാര്യത്തിനകത്ത് നിലവിൽ നിയതമായ ഒരു നിയമം അനുസരിച്ചിട്ട് അല്ല, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഈ കണക്കുകളൊക്കെ ഈ ഗിഫ്റ്റിൽ ഉൾപ്പെടെ ഞാൻ തന്നെ പോയി പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ വരേണ്ടതാണെന്നൊക്കെ ഉള്ള ഡിസ്കഷൻ നടത്തിയതാണ്. എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കണക്കില്ല സാർ. ഉദാഹരണം പറയാം, കഴിഞ്ഞ മാസം 320 കോടിയോളം രൂപ IGST നമുക്ക് വരേണ്ടതെന്ന് വെട്ടി. എന്താ കാരണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും ഞാൻ കർണാടക ചീഫ് മിനിസ്റ്റർ പറയാം, അദ്ദേഹം അവിടുത്തെ ധനകാര്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം അതിശക്തമായ വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ 300 ചില്ലാനം കോടി, അവർക്ക് 300 അല്ല 600 കോടിയോളം ഉണ്ട്, എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങളോടൊന്ന് പറഞ്ഞു ഇനി അടുത്ത മാസം കട്ട് ചെയ്യുന്നു. ഏതായാലും അടുത്ത മാസം കട്ട് ചെയ്തില്ല. ഇങ്ങനെ സാർ ഏകപക്ഷീയമായിട്ട് പല കാര്യങ്ങളോട് വരുന്നുണ്ട്. ഈ IGSTയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ ഉള്ള പരിമിതിയുണ്ട്. ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ എങ്കിൽ പോലും ഈ നടപ്പിലാക്കിയതിനേക്കാളും വലിയ മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിനകത്ത് സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, GST പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സാർ, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കണക്കുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ GST ഒന്ന് സിസ്റ്റമാറ്റിക് ആവുന്നത് വരെ കോമ്പൻസേഷൻ നീട്ടണം. ഞങ്ങളുടെ കേരളത്തിന്റെ കുഴപ്പം കൊണ്ടല്ലോ. ഈ GST സമ്പ്രദായത്തിനകത്തെ IT സിസ്റ്റത്തിനകത്തെ കുഴപ്പമുണ്ട്, സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നീട്ടണം എന്നുള്ള അഭിപ്രായം സ്റ്റേറ്റ് മുന്നോട്ട് വെച്ചതിന്റെ കാര്യം അതാണ്. അത് നീട്ടുന്നതിന് തയ്യാറായിട്ടില്ല സാർ. ഇവിടെ ഈ വിഷയം അങ്ങയുടെ മെമ്പർമാരും എല്ലാം പറഞ്ഞത് ഈ വിഷയത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും കൃത്യമായൊരു കാര്യമുണ്ട്. കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല. കേരളത്തിലെ നികുതി വരുമാനത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് സാർ. ഇനിയും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഈ ഇംപ്രൂവ്മെന്റ് ഉണ്ടായത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. അതിന് ചർച്ച ചെയ്യുമ്പോൾ താഴെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ദൂർത്തിന്റെ കാര്യമൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ദൂർത്താണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത്? സാർ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് സാർ. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ സാർ? കേരളത്തില് നവകേരള സദസ്സിന് വാഹനം എടുത്തു, ഞങ്ങളെല്ലാം കൂടെ പോയി. ഈ വാഹനം വരുന്നതിന് മുമ്പ് എന്തോ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ടെലിവിഷൻ ചാനൽ വരെ ഇത്രയും വ്യത്യസ്തമായ, ചില ഘട്ടങ്ങളിൽ പറക്കാൻ വരെ സൗകര്യമുള്ള, കാരണം അങ്ങനെയൊക്കെയുള്ളൊരു ബസ്സാണെന്ന് പറഞ്ഞിട്ട് കാസർഗോഡൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ സാറ് KSRTC ബസ്, സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്ന അത്ര സൗകര്യം ഉണ്ടായിരുന്നു ആ ബസ്സിൽ. ഒരു ഭാരത് ബെൻസിന്റെ ഒരു സാധാ ബസ് സാർ. ഈ കേരളത്തിനകത്ത് ഈ കാര്യം പറഞ്ഞു, ഇത്രയും ബഹളം ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പത്രപ്രവർത്തകരെ ഉൾപ്പെടുത്തി കയറാൻ പറഞ്ഞു. അതിനുശേഷം സാർ ഇപ്പോ രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിന്റെ ബഹുമാന്യായ നേതാവ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ മോഡൽ, അതിനകത്തോളം കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റ് ഉണ്ട്, പുറയിൽ വലിയ കോൺഫറൻസ് മുറി, AC മുറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും തെറ്റാന്ന് പറയത്തില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം പോകുമ്പോൾ അത് പോട്ടെ. പക്ഷെ അതിനകത്ത് ഈ ഒരു തരത്തിലേക്ക് അത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണമെന്നാണ് റവന്യൂ മിനിസ്റ്റർ പറയുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും അവിടെ ഏതായാലും
ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി ഇലക്ട് ചെയ്യപ്പെട്ട MLA-മാരായി MP-മാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. ഞങ്ങൾ 5000-10,000 ആളുകളടുത്ത് പോയി പറയായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ടു കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളവിടെ ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു. അവിടെ പണം വിതരണം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യമായിട്ടല്ലത് കണ്ടത്. സാർ, അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി. സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയ കാർ മേടിച്ചു. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങേക്കും അറിയാമല്ലോ, കിയ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയ കാർ മേടിച്ചപ്പോ 35 ലക്ഷത്തിന്റെ വലിയ കാറ്. സാർ, എന്താണ് സാർ കേരളത്തിനകത്ത്? നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എരുത്തിൽ പണിയാൻ? എരുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാണ് പറയുന്നത്. കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്ര ലക്ഷമായി. പിന്നെ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്? സാർ, ബഹുമാനപ്പെട്ട PJ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇപ്പോഴായാലും ഈ പശുവിനെ വളർത്തുന്നതിന്റെയും അതിന്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ല കൃഷിക്കാരനാണ്. റോസ് ഹൗസില് അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ, എരുത്തിൽ മേടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ടാങ്ക്. എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ടാങ്ക്? നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണ് നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്, അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്. There is a parampara പരിശോധന റിപ്പോർട്ട്. സമയമെടുക്കുന്നില്ല. സ്വർണത്തിന്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ വരുമാന നഷ്ടം നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിന്റെ ടാക്സ് കുറച്ചിട്ടുണ്ട്. നേരത്തെ 5% ഉണ്ടായിരുന്നത് 3%, അതിന് 1.5 കിട്ടത്തുള്ളൂ. ഇതിനകത്ത് രാവിലെ ഞാൻ പറഞ്ഞാണ്, ഇതിന് കണക്കുകൾ കൃത്യമായി കിട്ടുന്നതിന്റെ പ്രശ്നമുണ്ട്. സെൻട്രൽ GST നമ്മളും കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, സെൻട്രൽ GSTയുടെ കമ്മീഷൻ, ഇവിടുത്തെ കേരള കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് സംസാരിച്ചു. അതിനകത്ത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുണ്ടെന്നാണ് അഭിപ്രായം. എന്നാലും നമ്മളതിനകത്ത് സാർ സോഫ്റ്റ്വെയർ 30 പേരെ പിടിച്ചത് തന്നെ ഇവിടെ ഇപ്പൊ പറയാമല്ലോ, കഴിഞ്ഞൊരു സംഭവമുണ്ട്. ആ സോഫ്റ്റ്വെയറിന്റെ പിന്നിലുള്ള ആളുകളെ പിടിച്ചതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ വലിയ തോതിൽ പിന്നെ സോഫ്റ്റ്വെയർ ഏറ്റവും ആധുനിക ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്തായാലും അക്കാര്യത്തിനകത്ത് നമ്മൾ വളരെ സജീവമായിട്ട് എല്ലായിടത്തും ഇടപെടുന്നുണ്ട്. GST ഡിപ്പാർട്ട്മെന്റിനെ പുനഃസംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞല്ലോ ഈ റിവേഴ്സൽ. സാർ, റിവേഴ്സൽ ഒരു മാസം ഇപ്പൊ 75 കോടി വെച്ച് വരുന്നുണ്ട്. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു സാധനം മേടിക്കുന്നു, അല്ലെ കിംസ് ഹോസ്പിറ്റല് VSSCയിൽ ഒരു സാധനം മേടിക്കുന്നു. ഇതിനൊന്നും ടാക്സ് ഇല്ലാത്തതായിരിക്കും പലപ്പോഴും. അത് പക്ഷെ റിപ്പോർട്ട് ചെയ്യണം. ടാക്സ് ഇവിടെ റിവേഴ്സൽ അങ്ങനെ 1500 കോടി പിരിച്ചു സാർ ഈ കഴിഞ്ഞ വർഷം. ഒരു മാസം 75 കോടി കിട്ടുന്നു. അപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. ആ ചെയ്യുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ കാര്യത്തിനകത്ത് ഈ വർധന വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ കേരളത്തിലും സാമ്പത്തിക രംഗത്തുള്ള ഒരു ചെറിയ മരവിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. വേറെ യാഡ്സ്റ്റിക്കൊന്നും ഞാൻ പറയുന്നില്ല. സാർ, സിമെന്റിന്റെ വില 460 രൂപയായിരുന്നല്ലോ, ഇപ്പൊ 350 രൂപയായി ചുരുങ്ങി. ക്രഷറുകൾ മറ്റു സ്ഥലത്തൊക്കെ നിർമ്മാണത്തിനൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാ മേഖലയിലും. അപ്പൊ ആ എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യം നമുക്ക് കളക്റ്റീവായി ചെയ്യണം. അതൊക്കെ കേരളത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തതിനകത്ത് സന്തോഷമുണ്ട്. എന്റെ അഭ്യർത്ഥന, ഇന്നിപ്പോ റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ സഭ തന്നെ ഒരു പ്രമേയം പറ്റുന്നെങ്കിൽ പാസ്സാക്കി അതിന് നമുക്ക് യോജിച്ച് പൊതുവായ കാര്യങ്ങൾ അനുസരിച്ച് പോകണമെന്നാണ് എന്റെ അഭ്യർത്ഥനയാണ്. എന്റെ വ്യക്തിപരമായി ഞാൻ ഇവിടെ സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല. നമ്മുടെ കേരളത്തിന്റെ നിയമസഭയുടെ അഭിപ്രായം ഒരിക്കൽ കൂടി ഈ കാര്യത്തെ സംബന്ധിച്ച് അറിയിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബകാര്യങ്ങൾ എന്ന നിലയിൽ ഇന്റേണലി പറയാമല്ലോ, അത് നമുക്കറിയാം. അവിടെ ചെയ്യേണ്ട സമരങ്ങൾ അവിടെ ചെയ്യണം. അല്ലെങ്കിൽ ആരെ വിശ്വസിക്കുക? സാർ, ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ആളുകളെ കാണുന്നത് അങ്ങക്കറിയാമല്ലോ. ബീഹാറിലെ ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോൾ, പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു മതി സാർ,
പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് മതി സാർ. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കണമല്ലോ. ഇപ്പൊ പാർലമെന്റിൽ പോയിട്ട് ഈ കാര്യം പറയണമല്ലോ. നിങ്ങൾക്ക് ഈ വീണ്ടും ബി ജെ പിക്കെതിരെ പറയേണ്ടത് പാർലമെന്റ് ഇലക്ഷന് മുമ്പാണ്, ഇപ്പൊ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ ആർഗ്യുമെന്റ് നടത്തുന്നത് പോലെ വീണ്ടും ഇത്രയും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല ഗ്രൗണ്ടും കിട്ടുമോ? എന്തായാലും ഈ സമരത്തിന് ഞങ്ങൾ പറയാം, ഞങ്ങളുടെ സമരം തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. പലതവണ പറഞ്ഞു. അവിടെ 8-ാം തീയതി പോയിട്ട് സുപ്രീം കോടതി ഈ കേസും കൊടുത്ത് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി ഇന്ത്യയിൽ നിന്നകത്തെ പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്ക് അവിടെ പോകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഇവിടെ ആ സമരത്തിന്റെ തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പല സ്റ്റേറ്റിൽ നിന്നും ശബ്ദം ഉയർന്നു. പല സ്റ്റേറ്റുകളിൽ നിന്നും, ബംഗാളിൽ നിന്ന് ഉയർന്നു അഭിപ്രായങ്ങൾ, മറ്റു പല സ്റ്റേറ്റിൽ നിന്നും, നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും വന്നു. അപ്പൊ കേരളം ഇക്കാര്യത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നമുണ്ട് എന്ന നിലയിലേക്ക് മറ്റ് സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിനകത്ത് ശക്തമായ നിലപാടെടുത്ത് നമുക്ക് പോകാൻ പറ്റണം. അതുകൊണ്ട് ഇവിടെ ഈ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തപ്പോൾ ആശങ്കാജനകമായി ഇതെല്ലാം നിന്നു പോകുന്ന സ്ഥിതിയിൽ, പക്ഷെ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഓക്സിജൻ അടച്ചാൽ ശ്വാസം മുട്ടുമെന്ന് പറയുന്ന പോലെ പണം നമുക്ക് കിട്ടാനുള്ളത് അത് കിട്ടാൻ വേണ്ടി സംയുക്തമായിട്ട് നിൽക്കണം. അതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും വ്യത്യാസമില്ല. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ അത്രയും വലിയ ഒരു കാര്യമില്ല. ഞാൻ വീണ്ടും പഴയ ചരിത്രമൊന്നും പറയുന്നില്ല. ഇപ്പോൾ പിന്നെ DA കൊടുക്കാത്ത ഒക്കെ അനുഭവങ്ങളുണ്ടല്ലോ. ഞങ്ങൾ DA കൊടുക്കത്തില്ല, ഇനി ഇതൊന്നും വേണ്ട, അധ്യാപകർ പഠിപ്പിച്ചില്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലുള്ള കാര്യമൊന്നും ഞങ്ങൾ പറയത്തില്ല. ഇതൊക്കെ പറഞ്ഞ പത്രക്കട്ടിക്കുണ്ടൊക്കെ അതൊക്കെ വളരെ സീനിയറായ ആളുകളെ പറ്റി അങ്ങനെ എടുത്ത് കാണിക്കരുത്. അങ്ങനെ അധ്യാപകർ കുറച്ച് ദിവസം വീട്ടിലിരുന്ന ഒരു കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആ പത്രക്കട്ടിക്ക് കൊണ്ട് വേണമെങ്കിൽ തരാം, ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെയൊന്നുള്ള സമീപനമല്ല ഞങ്ങൾക്ക്. ജീവനക്കാർക്ക് എല്ലാവർക്കും ഉള്ള അങ്ങനെയുണ്ട്. ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രക്കട്ടിങ് അയച്ചു തരണമെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല. അങ്ങക്ക് ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയണം താല്പര്യം കാണും. ഞാനിവിടെ പേര് പറയത്തില്ല, ഞാൻ പറയത്തില്ല. എന്റെ പത്രക്കട്ടിങ് ഉണ്ട്, ഞാൻ അയച്ചു തരാം, അങ്ങേക്ക് തന്നെ അയച്ചു തരാം. പക്ഷെ അവരെ ഒന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അയച്ചു തരില്ല, പിന്നെ ഓപ്പണായിട്ട് പറയില്ല. പക്ഷെ ഏതായാലും നമുക്ക് അങ്ങനെ ഒരു സമീപനമല്ല. ഞങ്ങള് ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. നാട്ടില് ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും കൊടുക്കാതെ പോയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും കുറച്ച് സമയമുണ്ട്, അതിനു മുമ്പത്തെ സർക്കാരുണ്ട്. ഞങ്ങളെല്ലാം കൊടുത്ത് അവരുടെ DA ഇവിടെ പറഞ്ഞല്ലോ, ശമ്പള കുടിശ്ശിക എല്ലാ ജീവനക്കാർക്കും കൊടുത്തു. അത് അവരുടെ PF ചേർത്തു, എല്ലാം ചേർത്ത്. അല്ല, ഒന്നും കൊടുക്കാതില്ല. ഈ പറയുന്ന തരത്തിലുള്ള കുടിശ്ശികളൊന്നും ഇപ്പില്ല. എന്നാൽ വലിയ തോതിൽ നമ്മുടെ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ശമ്പളം കൊടുക്കുകയും ഇത് കൊടുക്കുകയും അത്യാവശ്യം കാര്യം മാത്രം പോലെ നാട്ടിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം. നമുക്ക് ഈ 450 കോടിക്ക് വരെ 1000 കോടി മുടക്കി റോഡ് നന്നാക്കണ്ടേ, പുതിയ ഫാക്ടറി പണിയണ്ടേ, പുതിയ കോളേജ് പണിയണ്ടേ, പുതിയ മെഡിക്കൽ കോളേജ് വരണ്ടേ, 600 കോടിക്ക് അവിടെ സ്ഥലം എടുക്കണ്ടേ, നമ്മുടെ വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ വരണ്ടേ. അത് വരണമെങ്കിൽ ഇപ്പൊ കിട്ടിയത് കൊള്ളാം എന്നല്ല, അതെല്ലാം വരണമെങ്കിൽ നമുക്ക് ഈ കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കണം. അതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചർച്ച ബഹുമാനപ്പെട്ട LSTD എക്സൈസ് ഒരു മിനിറ്റ്. സർ, നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ വസ്തുതാവിരുദ്ധമായൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞത് ലൈഫ് പദ്ധതിക്ക് ആകെ 18 കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ്. അത് ആധികാരികമായിട്ടാണ് പറയുന്നതെന്നും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാമെന്നും അദ്ദേഹം പറഞ്ഞു. സർ, മാപ്പൊന്നും പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ലൈഫ് പദ്ധതിക്ക് ഈ വർഷം ഇതുവരെ ആകെ ചെലവഴിച്ചത് എല്ലാം കൂടി 1628.49 കോടി രൂപയാണ്. ഇനി ബ്രേക്കപ്പ് വേണമെങ്കിൽ പറയാം. ഇന്നലെ ഈ സഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ 2017-18 മുതൽ 23-24 വരെ ലൈഫ് പദ്ധതിക്ക് ആകെ ചെലവഴിച്ച തുകയുടെ കണക്കുണ്ട്. 17,104.87 കോടി. അതിൽ 2081 കോടിയാണ് കേന്ദ്രവിഹിതം. ബാക്കി 15,023.18 കോടിയും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചെലവഴിച്ചതാണ്. ആ സംസ്ഥാനം പറയാലോ? പറയാം. സംസ്ഥാനം ചെലവഴിച്ചത് 5,087.77 കോടി. ഹഡ്കോ ലോൺ കേൾക്കൂ. ഇന്നലെ നിങ്ങള് സാർ ഇവിടെ സ്റ്റാർ ക്വസ്റ്റ്യന് കൊടുത്ത മറുപടി ഇതൊന്നും വായിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? 4,445.38 കോടി ഹഡ്കോ ലോൺ, ബാങ്ക് ലോൺ 425 കോടി. പിന്നെ കേന്ദ്രവിഹിതം ഞാൻ നേരത്തെ പറഞ്ഞു. അതെ, സംസ്ഥാനമാണല്ലോ ലോൺ അടയ്ക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവും പറഞ്ഞു. ഫണ്ട് ഇവിടുന്നാ കൊടുക്കുന്നത്. പ്ലാൻ ഫണ്ട് സർക്കാരാ കൊടുക്കുന്നത്.
സാർ, ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്ലാൻ അലോക്കേഷൻ 717 കോടിയാണ്. ഇത് പ്ലാൻ സ്പേസിൽ നിന്ന് ഇപ്പോൾ എടുത്ത ഡീറ്റെയിൽ ആണ്. ഇതുവരെയുള്ള ഫിനാൻഷ്യൽ പ്രോഗ്രസ് 3.76% ആണ്. വേറെ കാശ് കൊടുത്തൊന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പ്ലാനിൽ നിന്ന് ഞാൻ എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്ക്, എന്റെ പ്രസംഗം കേൾക്ക്. 3.76% എത്രയാ? അല്ലല്ല, അതാണ് 3. നിങ്ങൾ പറഞ്ഞത് 3.76%. അത് എത്രയാണ്? 3.76%. അല്ല, അതില് അപ്ഗ്രേഡ് ചെയ്താണ്. അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വേറെ കാര്യം. സാർ, ഞങ്ങൾ ഈ പ്രമേയത്തിലൂടെ നോട്ടീസ് കൊടുത്തത് കേരളത്തിന്റെ ഗൌരവകരമായ ഈ ധനപ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്ത് സർക്കാർ അതിനുള്ള മറുപടി ഇവിടെ ചർച്ച വെച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. കാരണം വിശദമായി സർക്കാർ ഇത് ചർച്ച ചെയ്ത് വിശദമായ മറുപടിയും ഒരു പ്ലാനും ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു പ്ലാനും ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ ഈ ധനപ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ അതേ മറുപടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞത്. ഒരു ചെറുവിരൽ പോലും നികുതി പിരിവിന്റെ കാര്യത്തിലും ധൂർത്തിന്റെ കാര്യത്തിലും ധൂർത്ത് നിയന്ത്രിക്കാനോ ചെലവ് നിയന്ത്രിക്കാനോ നികുതി പിരിക്കാനോ ഉള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. കേരളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ്. സാർ, ഈ സർക്കാർ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞാനും എന്റെ പാർട്ടിയും ഞങ്ങൾ വോക്കൌട്ട് ചെയ്യും. വോക്കൌട്ട് ചെയ്യും. ശ്രീ റോജി എം ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. പ്രമേയം സഭ തള്ളിയിരിക്കുന്നു. ഗവർണറുടെ നന്ദി പ്രസംഗത്തിന്റെ മുകളിലുള്ള ചർച്ച പുനരാരംഭിക്കുകയാണ്. ശ്രീ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുകയായിരുന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ ധനമന്ത്രി എണ്ണി പറയുമ്പോൾ കേന്ദ്രത്തെ പഴിചാരാനും അദ്ദേഹം മറന്നില്ല. ഇപ്പോൾ വിമർശനങ്ങളെല്ലാം എതിർത്തുകൊണ്ട് പ്രതിപക്ഷം വോക്കൌട്ട് ചെയ്തിരിക്കുകയാണ്. സഭാ നടപടികൾ പുരോഗമിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. എന്ത് ഭംഗിയുള്ള രഞ്ജിത്ത് വധക്കേസിൽ 15 പേർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കുമാണ് വധശിക്ഷ വിധിച്ചത്. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവിക്കവേ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവി പറഞ്ഞു. PFI SDPI പ്രവർത്തകരാണ് പ്രതികൾ. 15 പ്രതികളിൽ 14 പേരും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. അസുഖബാധിതനായി ആശുപത്രിയിലായതിനാൽ 10ാം പ്രതി എത്തിയില്ല. ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. കേരളത്തിൽ ഒരു കേസിൽ ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ഇതാദ്യമായാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി ശരിവെച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. സംസ്ഥാന പോലീസിന് അഭിമാനിക്കാവുന്ന വിധിയാണ് എന്നായിരുന്നു ആലപ്പുഴ SP ചൈത്ര തെരേസ ജോണിന്റെ പ്രതികരണം. വിധിയിൽ സംതൃപ്തിയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബം. നഷ്ടം വലുതാണെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ പറഞ്ഞു. കോടതി വിധിയിൽ സന്തോഷമെന്നും കുടുംബം പറഞ്ഞു. ഒരു വൈകാരികമായ നിമിഷമാണെന്നറിയാം, പക്ഷേ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു വിധിയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിൻസിനെ തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിലും ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് വിധി. ഇങ്ങനെ വധശിക്ഷ എന്നുള്ളത് സാധാരണ ഇത്തരം കേസുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു വിധിയിലേക്ക് ചിലപ്പോൾ അന്തിമഘട്ടത്തിൽ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിലേക്ക് വന്നപ്പോൾ എന്താണ് ആ സമയത്ത് വിധി കേട്ടപ്പോൾ ഉണ്ടായൊരു
ഫീല്? സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ, ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. അത് ആ സമയത്ത് കണ്ട ഞങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ഭീകരത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപൂർവങ്ങൾ തന്നെയാണ്. അത് കോടതി കണ്ടു. അതാണ് ഈ കേസിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്നുള്ളത്, സാധാരണ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളാകെ ആ സമയം തന്നെ പകച്ചുപോയി അല്ലേ? പകച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. കാരണം യാതൊരുവിധ ഒരു ഉറുമ്പിന് പോലും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇത്ര ഒരു ആക്രമണം വീടിൻ്റെ അകത്ത് കയറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു സെക്കൻഡ് നമ്മൾ പകച്ചു എന്നല്ല പറയേണ്ടത്, വല്ലാത്തൊരു ഭീകരത സൃഷ്ടിച്ചു അവർ. അതിൻ്റെ ഒരു ഷോക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. പോലീസിനെ വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്രത്തോളം എല്ലാ തെളിവുകളും വന്നു അല്ലേ? ഡിജിറ്റൽ എവിഡൻസ് എല്ലാ തെളിവും സത്യത്തിൽ പോലീസ് ടീം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിനും അറിയാലോ, വെറുതെ വേഗമായിട്ട് നടന്നൊരു ആളല്ല പുള്ളി. അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നും യാതൊരു ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ഒരാളുടെ ഇത് പോലീസിനറിയാമല്ലോ നാട്ടിൽ. അത്രയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്മതനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസ്. അദ്ദേഹത്തിനുണ്ടായപ്പോൾ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി, സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി. രണ്ടാമതൊന്നും കോടതിക്ക് പോലും ചിന്തിക്കേണ്ടി വന്നില്ല വധശിക്ഷ. കാരണം തെളിവുകൾ അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. കോടതിയിൽ നിർത്തിയ തെളിവുകൾ സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ദൃക്സാക്ഷികളല്ലേ, ഞാനും അമ്മയും ചെറിയ മോളും. ഞങ്ങളവരെ കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം ആകില്ല. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം അത്. അച്ഛൻ പോയതിൽ അച്ഛൻ്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട് എങ്കിലും സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛനെ അവർ ഉപദ്രവിച്ചത് സാധാരണ ഒരു കൊലയായിട്ട് മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു. എപ്പോഴും എൻ്റെ ചിരിച്ചോണ്ട് തന്നെ മോളേന്ന് വിളിക്കുന്ന അച്ഛൻ്റെ മുഖം അല്ലായിരുന്നു അത് കണ്ടിരുന്നത്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മോള് ഈ അച്ഛനെ കൊന്നവരോട് എന്തെങ്കിലും പറയണം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ അവർ കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോണ്ട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. വൈകാരികമാണ് പ്രതികരണം. രഞ്ജിത്തിൻ്റെ സഹോദരൻ കൂടിയാണ്. ഈ ഒരു വിടവുണ്ടായപ്പോൾ പിന്നെ ഇതിനൊക്കെ താങ്ങായി നിൽക്കേണ്ട ആളാണ് താങ്കൾ. എങ്ങനെയായിരുന്നു ഒരു അതിജീവനത്തിൻ്റെ യാത്ര? ആദ്യമൊന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവിക്കുന്നുവെന്നും എന്താ സംഭവിച്ചതെന്നും ഒന്നും മനസ്സിലായില്ല. എന്തോ തലയിൽ അടികിട്ടിയ പോലൊരു പ്രതീതിയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പതുക്കെ മനസ്സിലായി നമ്മൾ തന്നെ ആണ് മുമ്പോട്ട് വരേണ്ടത്. കാര്യം ഈ കേസിൽ എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് നടന്ന സംഭവമാണ്. അപ്പം ഞങ്ങളാണ് കണ്ടത്, അമ്മയും ചേച്ചിയും ഞാനും മോളുമാണ് കണ്ടത്. അപ്പം ഞങ്ങൾ പിന്നോട്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ ഈ കേസ് ഒന്നുമില്ലാതായിപ്പോകും. അതുകൊണ്ട് നമുക്ക് ചേട്ടനെ നഷ്ടപ്പെട്ടത്
എങ്ങനെയെങ്കിലും കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആളെ വീട്ടിൽ കിട്ടാറില്ല, ഞങ്ങൾക്കൊന്നും കാണാൻ പോലും കിട്ടാറില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൽ ഫുൾ ടൈം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു വിധി വന്നപ്പോൾ, അതും അഡ്വക്കേറ്റ് ആയിട്ട് ഒരാൾ ഇങ്ങനെയൊരു വിധി വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ലോലി നമുക്ക് മനസ്സിലാക്കി, കാര്യം ഞങ്ങൾ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് എവിടെ എത്തിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കി തന്നെയാണ് അത് മുമ്പോട്ട് പോയത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി വന്ന ദിവസമാണ് ഇന്ന്. എല്ലാ പ്രതികൾക്കും തന്നെ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഈ പ്രതികളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ സമയത്ത്, ഇത് കണ്ടു നിൽക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ഇതൊക്കെ പരിശോധിക്കുകയാണ്. നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ഡോക്ടർ LC ഉമ്മനാണ്, സൈക്യാട്രിസ്റ്റ് ആണ്. സ്വാഗതം മാം ലേഡീസ് ബാൻഡിലേക്ക്. ഇപ്പം നമസ്കാരം. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി വന്നിട്ടുണ്ട്. എല്ലാ പ്രതികൾക്കും തന്നെ വധശിക്ഷ വിധിച്ചിരിക്കുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ ലഭിക്കുന്നതും. എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ദിവസം ആ ശിക്ഷാവിധി? ശിക്ഷാവിധി തീർച്ചയായിട്ടും അത് എല്ലാവരും തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാൻ അതിന്റെ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ആളല്ല, പക്ഷെ തീർച്ചയായിട്ടും ഇവരുടെ മാനസിക ആരോഗ്യത്തെ പറ്റി പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. രണ്ട് രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട്. അതായത് ഇപ്പോൾ ഈ രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളുടെ സംസാരം നമ്മളിപ്പോൾ കേട്ടു, അവരുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നമ്മളിപ്പോൾ കേട്ടു. വളരെ വ്യക്തമായിട്ട് അവരവരെ അവതരിപ്പിക്കുന്നുണ്ട് അവർ അണ്ടർഗോ ചെയ്തൊരു ട്രോമയെ കുറിച്ച്. പക്ഷെ 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്ന ഒരു ട്രോമയല്ല ശരിക്കും പറഞ്ഞാൽ അവർ അണ്ടർഗോ ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ശകലത്തിനകത്തിൽ ഇല്ലെങ്കിൽ പോലും അതിന് മുമ്പേ സംപ്രേഷണം ചെയ്ത ഒരു ബിറ്റ് ഞാൻ കേൾക്കാനിടയായി. അതിനകത്ത് ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയുന്നുണ്ട്, നമുക്ക് വിഷം കഴിച്ച് ചാകാമെന്ന് അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിഞ്ചു കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം. എത്രമാത്രം അതിനെ താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് അത് സ്വന്തം അമ്മയോട് അങ്ങനെ പറയുന്നത് എന്ന്. അത് തന്നെയല്ല, ഇത് അവരുടെ ജീവിതം അവസാനിക്കുന്നത് വരെയും ആ വൈഫ് പറഞ്ഞതുപോലെ തന്നെ അതെന്നും അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കാരണം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ നമുക്ക് നേരിട്ട് വരുന്നതോ എന്തൊരു ദുരന്തമാണെങ്കിലും അത് പിന്നീട് അത് പുനരാവിഷ്കരിച്ച് വരാനുള്ളൊരു സാധ്യത ഏറെയാണ്, റീലിവ് ചെയ്ത് വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് അതേ അനുഭവത്തിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും റീലിവ് ചെയ്യുക, അല്ലെങ്കിൽ അതേ സിറ്റുവേഷനിൽ കൂടെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം അതേ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക, ഒന്നുകൂടെ അനുഭവിക്കുക എന്നുള്ള ഒരു സ്ഥിതി സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങൾ അഭിമുഖീകരിച്ച എല്ലാവർക്കും തന്നെ വരാനുള്ളൊരു സാധ്യത ഏറെയാണ്. അത് തന്നെയല്ല, സ്വപ്നങ്ങളിലൂടെയും മിക്കവാറും ദുസ്വപ്നങ്ങളായിരിക്കാം, നൈറ്റ് മെയർസ്, ഉറക്കമില്ലായ്മ, വിഷാദം, ഇതൊക്കെയും അവർക്ക് ജീവിതകാലം മുഴുവനും വേട്ടയാടപ്പെടാനുള്ള ഒരു സാധ്യത ഏറെയാണ്. അത് തന്നെയല്ല, കുഞ്ഞുങ്ങളുടെയൊക്കെ വളർച്ചയുടെ ഘട്ടത്തിൽ അച്ഛന്റെയും അമ്മയുടെയും സാമീപ്യം ഒരേപോലെ വേണ്ട ഘട്ടത്തിലാണ് അച്ഛൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിടവാങ്ങിപ്പോയത്. അതൊക്കെയും അവര് നമുക്ക് ഒറ്റ വാക്കുകൊണ്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരതിനെ മറികടന്നു വന്നു എന്നൊക്കെ പറഞ്ഞാലും മറികടക്കുന്നതിനും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ തീർച്ചയായിട്ടും പരിധികളുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പം മനുഷ്യർക്ക് അതീതമായിട്ടുള്ള കഴിവുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്നവരെ നമ്മൾ സമൂഹം എന്നുള്ള നിലയിലും അല്ലെങ്കിൽ മനുഷ്യനെന്നുള്ള നിലയിലും ചേർത്ത് പിടിക്കേണ്ടതും ഒരു അനിവാര്യ ഘടകമാണ്. കാരണം അവർക്ക് കൊടുക്കേണ്ട പിന്തുണ എത്രത്തോളം ആണെങ്കിലും, ഇപ്പൊ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ചുറ്റുവട്ടമുള്ളവരാണെങ്കിലും എത്രമാത്രം പിന്തുണ കൊടുത്താലും അതൊന്നും മതിയാകത്തുമില്ല. കാരണം എന്തൊക്കെ വന്നു, ഇപ്പൊ വിധി വന്നു ഒക്കെ ശരിയാണ്, പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട ആളിനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതൊരിക്കലും റീപ്ലേസ് ചെയ്ത് പോകുന്ന ഒന്നുമല്ല. ആ വൈഫ് പറഞ്ഞത്, അതായത് അവർക്ക് ആ മുറിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അവർക്കത് ബുദ്ധിമുട്ടാണ്, താഴെ ചവിട്ടി കടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ശരിയാണ് ആ പറഞ്ഞു. ആ സമയത്ത് അവർ വീണ്ടും ഈ കാഴ്ച അവരുടെ ഉള്ളിലൂടെ മിന്നിമായ അതിനൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നെഞ്ചെടുപ്പും അന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അത് തന്നെയാണ് ഡോക്ടർ, അത് തന്നെയാണ് ഈ പ്രായമായ അമ്മ, ഭാര്യ, ചെറിയ മകൾ, ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് 6 അംഗ സംഘം 2
12 പേരാണ് ഇവരുടെ വീട്ടിൽ രാവിലെ അതിക്രമിച്ച് കയറിയതും ഈ കൊലപാതകം നടത്തിയതും ഒക്കെ. ഇവർ എങ്ങനെ, മാം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യ പറയുന്നുണ്ട് ആ ഡൈനിങ് ഹാളിലേക്ക് പോകാൻ പേടിയാണ്, കാരണം അച്ഛൻ ഭർത്താവ് മരിച്ചു കിടന്ന സ്ഥലമാണ്, അവിടെ ചവിട്ടാൻ പേടിയാണ്. ആ കുട്ടി ചോദിക്കുന്ന വാക്കുകളുണ്ട്, എന്തിനു വേണ്ടി എൻ്റെ അച്ഛനെ കൊന്നു, എന്ത് തെറ്റാണ് എൻ്റെ അച്ഛൻ ചെയ്തത്. ഇതിനൊന്നും നമുക്കൊന്നും പകരം അവരോട് സംസാരിക്കാനോ അവർക്ക് തിരിച്ചു കൊടുക്കാനോ ഇല്ല. ഇവരുടെയൊക്കെ ഈ മാനസികാവസ്ഥ, ഈ കൊലപാതകങ്ങൾ നടത്തുന്ന ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് ആ സമയത്ത്? അക്രമം നടത്തുമ്പോൾ അവര് ഒരു പ്രത്യേക മനോഭാവത്തിലൂടെ പോകുന്നവരാണ്. ഇത് പിന്നതെന്ന് പറയുന്നില്ല, ഏത് അക്രമമാണെന്നുണ്ടെങ്കിലും അത് എന്തിന്റെ പേരിൽ നടത്തിയാലും, പ്രത്യേകിച്ചും ഇത്തരം കൊലപാതകങ്ങളൊക്കെ ആകുമ്പോൾ അധികാര വിധേയത്വ മനോഭാവം അല്ലെങ്കിൽ അധികാര വിധേയത്വ വ്യക്തിത്വം എന്നൊക്കെ പറയും. അവർക്ക് ഏതെങ്കിലും ഒരു അഫിലിയേഷൻ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവര് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രത്യേക സംഘടനയോടോ, അല്ലെങ്കിൽ അത് റിലീജിയൻ ആവാം, അല്ലെങ്കിൽ രാഷ്ട്രീയമാവാം, സംസ്കാരമാകാം, ജെൻഡർ ആകാം, ലിംഗമാകാം, വർണ്ണവർഗമൊക്കെ ആകാം. അങ്ങനെ അവർ അഫിലിയേഷനിൽ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇത് തന്നെയാണ് അൾട്രൂയിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് രാജീവ് ഗാന്ധിയുടെ അൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് ആയിരുന്നു അത്. അപ്പൊ സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി ആ ഒരു അഫിലിയേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ കുരുത്തു വരുന്നവർക്ക് മാത്രമേ ഇത്തരം അക്രമം നടത്താനായിട്ട് പറ്റുകയുള്ളൂ. രണ്ടാമതെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ വരുമ്പോൾ അവർക്ക് ഒരു അനുകമ്പ മനോഭാവമോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവമോ സ്നേഹമോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു ജീവനാണ് കൺമുന്നിൽ പിടയുന്നത്, അത് ചെയ്തുകൂടാ എന്നുള്ള അരുത് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയൊന്നും ഇതെന്നല്ല ഏത് കൊലപാതകവും നടത്തുന്നവർക്ക് ആ സമയത്ത് ഉണ്ടാകുകയില്ല. പിന്നീട് അവർക്ക് കുറ്റബോധം തെല്ലും കാണാനും സാധ്യതയില്ല. കാരണം ഇത് ഒരുപക്ഷെ ചെറുതിലെ മുതലേ, കുഞ്ഞുനാൾ മുതലേ അവരുടെ ഇത്തരം വ്യക്തിത്വങ്ങൾ ട്രേറ്റ്സ് ഉള്ളവരാണ് ഈ രീതിയിലേക്ക് വളർന്നു വരുന്നതും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അവരുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. ആ രീതിയിൽ തലച്ചോറുള്ളവർ മാത്രമാണ് ഇത്തരം പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നതും. അപ്പോൾ അവർക്ക് കുറ്റബോധം തെല്ലുമില്ല. കാരണം ഒരു ഹീനകൃത്യം ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ കുറ്റബോധം വരണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ചില കേന്ദ്രങ്ങളുടെ പ്രവർത്തനക്ഷമത നന്നായി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. മിറർ ന്യൂറോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേകതരം ന്യൂറോൺസ് അതിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ് എന്നാണ് റിസർച്ച് ഒക്കെയും തന്നെ പഠനങ്ങളൊക്കെയും തന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനക്ഷമതയ്ക്ക് സാരമായ തകരാറുള്ളപ്പോഴും ഇത്തരം രീതിയിൽ പോകാനുള്ള വ്യഗ്രത ഇത്തരം ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇത് ഈ ഒരു തരത്തിലല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്മൾ എപ്പോഴും ചർച്ചയ്ക്ക് വരുന്നതാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത്തരം വ്യക്തിത്വം വൈകല്യമുള്ളവരും ഇത്തരം ഒരു അക്രമത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമതെന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു അവനവന്റെ മഹിമയിൽ മതിമറന്നു പോകുന്നവര്, അതിപ്പോ അവനവന്റെ എന്തുമാകാം, ജാതിയാകാം, മതമാകാം, അല്ലെങ്കിൽ ഞാൻ മുന്നേ ലിസ്റ്റ് പറഞ്ഞതുപോലെ വർഗം പറഞ്ഞ ഇതൊക്കെ ഇതിൽ അഭിരമിച്ചു പോകുന്നവര് അതിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പം എന്റെ ചിന്താധാര മറ്റുള്ളവരുടെ ചിന്താധാരയുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വ്യൂ പോയിന്റ്സ് അവരുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അങ്ങനെയുള്ളവരെ മനുഷ്യരായിട്ട് കണക്കാക്കാതെ എൻ്റെ ചിന്തയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെൻ്റെ ശത്രുക്കളാണെന്ന് തന്നെ പ്രഖ്യാപിച്ച് അങ്ങനെ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവരെ മനുഷ്യരായി പോലും കാണാതെ, മൃഗമായി പോലും കാണാതെ, ശത്രുക്കളായി പോലും കാണാതെ ഏറ്റവും അവർക്ക് വെറുക്കപ്പെട്ട ഒരാളായിട്ട്, അതായത് ഹേറ്റ് ക്രൈംസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നതാണ്. അങ്ങനെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ആളായിട്ട് കണ്ട് അവരോട് ഒരു യുദ്ധം എന്നുള്ള നിലയിൽ ജയം തോൽവി മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ആ നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഇത്തരം ക്രിമിനാലിറ്റി ചെയ്യുന്നതിന് ഒരു മടുപ്പുമില്ല, അല്ലെങ്കിൽ അവർ ഒരു രീതിയിലും അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയും ഉണ്ടായിരിക്കത്തില്ല. വളരെ ചുരുക്കമായിട്ട് ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒക്കെ ഇതിനകത്ത് അകപ്പെടുന്നവർക്ക് പിന്നീട് ഒരു പക്ഷേ ഒരു കുറ്റബോധം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് ഓവർ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ചിലരെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണമോ ഒക്കെയും വന്നുപെട്ടവർ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു കേസിന്റെ മാത്രമല്ല, പൊതുവായിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനത്തെ ഉള്ളവർക്ക് പിന്നീട് ഒരു കുറ്റബോധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം താൻ ചെയ്തത് തെറ്റായി പോയി. അത് തന്നെയാണ് ഡോക്ടർ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പ്രതികൾ ഇറങ്ങി പോകുമ്പോൾ പലരും ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു പ്രതി മാത്രമേ വിങ്ങിപ്പൊട്ടുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളൂ. ശരിയാണ്. എന്ത് തന്നെ നോക്കിയാലും നോക്കിക്കേ, കൊന്ന ആൾക്കാരുടെയും ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ, മരിച്ചയാളിന്റെയും ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ. നോക്കിയാൽ എല്ലാവരും ചെറുപ്പക്കാരല്ലേ. ഈ ചെറുപ്പക്കാരെല്ലാവരും തന്നെ, ഈ രണ്ടു വശത്തുള്ള ചെറുപ്പക്കാരും നമ്മുടെ നാടിന്റെ സമ്പത്തായി മാറേണ്ടവരല്ലേ, അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിച്ച് നാടിന് വേണ്ടിയിട്ട് നന്മ ചെയ്യേണ്ട ആൾക്കാർ തന്നെയല്ലേ. ഇത്രയും പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ. രണ്ട് റിസീവിംഗ് എൻഡിലും കൊടുത്തയാളിനും കിട്ടിയയാളിന്റെയും
അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? പോട്ടെ, ഇവരിനെയും ഹയർ കോടതിയിൽ പോയിട്ട് അവിടുന്ന് ഇളവ് ലഭിച്ചാൽ പോലും ശിക്ഷ എന്താണെങ്കിലും ഉറപ്പാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാവി എന്തായി മാറി? അപ്പോൾ ആർക്ക് എന്ത് നഷ്ടം വന്നു? അൾട്ടിമേറ്റ്ലി നഷ്ടം വന്നിരിക്കുന്നത് കിട്ടിയയാൾക്കും കൊടുത്ത ആളുകൾക്കും മാത്രമാണ്, അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമാണ്. അല്ലാതെ ഉള്ളവർക്ക് ആർക്കും യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഒരു ഐ ഓപ്പണറായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇതിനിറങ്ങി പുറപ്പെടുമ്പോൾ ഈ രണ്ട് കൂട്ടർക്കല്ലാതെ വേറെ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നിട്ട് മറ്റുള്ളവരെങ്കിലും, ഇനിയുള്ള തലമുറയെങ്കിലും ഇതിന്റെ പുറകെ പോകാതെ നല്ല രീതിയിൽ ഉപകാരമൊന്നും ഉണ്ടായില്ലെങ്കിലും മറ്റുള്ളവർ ഉപദ്രവിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറായി വരട്ടെ. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. രാഷ്ട്രീയം അനിവാര്യമാണ്, പക്ഷേ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിനുള്ള ഒരു കൃത്യമായ മറുപടി തന്നെയാണ് രഞ്ജു ശ്രീനിവാസൻ കൊലക്കേസിലെ വിധി എന്ന് തന്നെ പറയാം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ കാണാം. ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770, പവന് 46,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4795, പവന് 38,360. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി